ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ കാറുമായി ഞാൻ വരുമായിരുന്നല്ലോ. ലീവ് രജിസ്റ്റർ ഇപ്പൊ കൊണ്ടുവരാം. ഈ കമ്പനിയുടെ ഉടമസ്ഥനാരാ? കേട്ടില്ലേ? ജയദേവൻ. ജയദേവൻ മുതലാളി. ഇത് മാത്രമല്ല, തിരുവനന്തപുരത്ത് യുണൈറ്റഡ് എഞ്ചിനീയറിംഗ് കമ്പനി, കൊച്ചിൻ ഷിപ്പിംഗ് കമ്പനി, അലൈഡ് കൺസ്ട്രക്ഷൻസ്, അങ്ങനെ പലതും. ഞാൻ ഈ കമ്പനിയുടെ കാര്യമാണ് ചോദിച്ചത്. ഐ എം സോറി. പുതിയ ഓഫീസർ അങ്ങനെ ആള് ചൂടാണല്ലോ. എന്ത് ചൂട് സായുള്ളൂ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. 555 ആണല്ലേ? ഭയങ്കര ഡിമാൻഡാ. ഇത് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇതില്ലെങ്കിൽ എനിക്കും വലിയ വിഷമമാണ്. എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്ന വിചാരിച്ചാൽ വേണ്ട 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 ഒരെണ്ണം. ഇത്രയും കാലമായിട്ടും രജിസ്റ്റേഴ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയില്ലേ? എന്താണ് തെറ്റെന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ചെയ്യാം. അതെന്താ? ഇതിനു മുൻപ് ഇവിടെ ഇൻസ്പെക്ഷൻ ആരും വന്നിട്ടില്ലേ? ജയദേവൻ സാറിന്റെ കമ്പനിയിൽ അങ്ങനെ ആരും ഇൻസ്പെക്ഷന് വരാറില്ല. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. അർത്ഥം ചോദിച്ച സാധാരണ ഓഫീസർമാരൊക്കെ സാറിന് ഗസ്റ്റ് ഹൗസിൽ പോയാൽ കാണാറുള്ളത്. ആദ്യമായിട്ട് ഒരു ഓഫീസർ ഇൻസ്പെക്ഷൻ ഇവിടെ വരുന്നത്. സാറ് നാളെ ഡൽഹിയിൽ നിന്ന് വരും. വന്നാൽ വന്ന് കാണാൻ പറയാം. എന്നെ അങ്ങനെ ആരും വന്ന് കാണേണ്ട ആവശ്യമില്ല. ഒരു ഒപ്പിടൂ. ഇല്ലാത്തൊന്നും എഴുതിയിട്ടില്ല. ഇവിടുത്തെ ക്രമക്കേടുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ദൈവമേ, കുഴയ്ക്കോ? ചിന്നുമോളെ, ചിന്നുമോളെ, ചിന്നുമോളോട് പോയി. അവിടെ അപ്പുറത്ത് എവിടെയുണ്ട്. ആ, ജയേട്ടന്റെ ഫോൺ വന്നിരുന്നു. ചേട്ടൻ എന്ന് വരും? നാളെ മോർണിംഗ് ഫ്ലൈറ്റിന്. ഇങ്ങോട്ട് വിളിച്ചില്ലേ? ഇവിടെ ഫോൺ ഡിസോർഡർ ആയിരുന്നു. ഓഫീസിൽ വിശേഷമൊന്നുമില്ലല്ലോ. ആ, ഒരു പുതിയ ലേബർ ഓഫീസർ വന്നിട്ടുണ്ട്. ഒരു സ്ത്രീയാ. ഏതോ ഒരു മായ, ഒരു വക സാധനം. കുഴപ്പമല്ല ഉണ്ടായോ? വിറപ്പിച്ചു കളഞ്ഞു. എല്ലാ രജിസ്റ്ററും ഫയലിലും റെഡിങ് കൊണ്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. ജയേട്ടൻ വരുമ്പോ എല്ലാം ശരിയായിക്കൊള്ളു. ഇതാണ് ഞാൻ പറഞ്ഞ സന്ധ്യ ആന്റി. ഇതാണ് ഡാഡിയുടെ ഓഫീസിലെ മാനേജർ ശങ്കർ അങ്കിൾ. ഇതാണ് ഞാൻ പറഞ്ഞ ആന്റി. പേരെന്താ? മായ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞില്ലേ പുതിയ ലേബർ ഓഫീസറുടെ കാര്യം. കുടിക്കാൻ എന്താ? കാപ്പി, ചായ? താങ്ക്സ്, ഒന്നും വേണ്ട. ആദ്യമായിട്ട് വന്നതല്ലേ. ശങ്കർ, കാപ്പി. ആന്റിക്ക് ഞാൻ കൊണ്ടുവരാം കാപ്പി. സുശീലേ, ഇത് കോഫി ഉണ്ടാക്ക്. ലേബർ ഓഫീസ് വന്നിട്ടുണ്ട്. ശരി. അങ്കിൾ അങ്കിൾ, ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യട്ടെ? നീ ചുമ്മാ ഇവിടെ ഇരുന്നാ മതി. വല്ലാതെ ഉഷ്ണിക്കുന്നുണ്ടല്ലേ? അതാണ് ഫാന്റെ സ്വിച്ച്. ജയദേവൻ എന്റെ ചേട്ടനാണ്. എനിക്ക് അല്പം ജോലി തിരക്കുണ്ട്. ഞാൻ പിന്നെ വരാം. അയ്യോ, കാപ്പി വേണ്ട.
എന്തൊരു ഹുങ്ക്. ഫാനിന്റെ സ്വിച്ച് ഇടാൻ പോലും ആള് വേണം. പണത്തിന്റെ കൊഴുപ്പേ. അവരെവിടെ? പോയി. എന്തു പറ്റി? ഞാൻ ജയേട്ടന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞു. പിന്നൊന്നും പറഞ്ഞില്ല. അവരെ എഴുന്നേറ്റ് പോയി. ഓ, അത് ശരി. സർക്കാർ ഓഫീസറല്ലേ, മുതലാളിയുടെ വീട്ടിൽ നിന്ന് കാപ്പി കുടിക്കണ്ടെന്ന് കരുതി കാണും. ഓ, എന്ത് പവറാണപ്പാ. My God. പാവം. കാക്ക ഗാക്കങ്ങ ചാച്ച ജാച്ച ഞാ ഠാട്ട ഠാട്ടന. ഒന്ന് പറയൂ കുട്ടി, കേൾക്കട്ടെ. കാക്ക കാക്ക ഞാ. കാക്ക കാക്ക ഞാനല്ല, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. കാക്ക കാക്കങ്ങ ചാച്ച ജാച്ച ഞാ ഠാട്ട ഠാട്ടന ധാത്ത ധാത്തന ഭാപ്പ ഭാപ്പമ യരലവശ സകലരാക്ഷ. ഇങ്ങനെ പഠിച്ചാൽ സംഗീതം വേറെ പഠിക്കണ്ട, മനസ്സിലായോ? മനസ്സിലായി. ആന്റി എന്നെ വിളിച്ചോ? ഇല്ലല്ലോ. വിളിച്ച പോലെ തോന്നി. ഇല്ല, മോള് ചെന്ന് പഠിക്ക്. മാസ്റ്റർ നല്ല ഉറക്കമാ. ഉറക്കാണോ? വേണ്ട ആന്റി, ഉറങ്ങിക്കോട്ടെ. അങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഒന്ന് നോക്കട്ടെ. പാവം. വാ, അത്ര വലിയ ഉറക്കമൊന്നുമില്ല. ആന്റി ഇവിടെ ഇരി, ഞാൻ പോയി പഠിച്ചോളാം. മോള് നടക്ക്. മാഷേ, മാഷേ, എന്താ മാഷേ, ഉറങ്ങാണോ? ഇന്നലെ പവർ കട്ടായിരുന്നു, തീരെ ഉറങ്ങാൻ പറ്റിയില്ല. AC ഉണ്ടായിരുന്നില്ല. മോളെ പഠിക്ക്. അരിവാൾ അരിവാൾ വാടി വടി കൂന്തം കുന്തം കാഠാരി കഠാരി കോടാലി കോടാലി. കോടാലി വായിക്കൂ കേക്കട്ടെ. കുടാലി. കുടാലി അല്ല, കോടാലി. കോടാലി. കണ്ട കോടാലി അല്ല, വെറും കോടാലി. മോള് സ്കൂളിൽ പോയോ? പോയി. ഇത് പുതുതായിട്ട് ഇപ്പൊ ഡൽഹിയിൽ ഇറങ്ങിയതേ ഉള്ളൂ. ഇതിൽ പല അഡ്ജസ്റ്റ്മെന്റ്സും ഉണ്ട്. ഇവിടെ ഒരെണ്ണം ഉള്ളപ്പോ എന്തിനു ചേട്ടാ? ഇരിക്കട്ടെ, ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമല്ലേ. എന്താണോ താൻ പറഞ്ഞ സാധനം തന്നെയല്ലേ ഇത്? അതെ. അയ്യോ, സമയം ഒരുപാടായി, ഓഫീസിൽ പോണ്ടേ. എനിക്ക് വിശന്നിട്ട് വയ്യ. വാ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? പേരൊന്നും പറഞ്ഞില്ല. അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ. അത് ഞാൻ മാനേജ് ചെയ്തോളാം. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ അവരുടെ താമസം. ഓഹോ.